ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സാണ് നോക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ മൂന്നാമത്തെ യൂണിറ്റ് പഠിക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ യൂണിറ്റ് തുടങ്ങാൻ പോവുകയാണ്. മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ്? കെയർ ഫോർ ദ മോറോ, നാളേക്കായുള്ള കരുതൽ. What do you mean by the word morrow? മോറോ എന്ന വേർഡിൻ്റെ അർത്ഥം എന്താണ്? Very good. Morrow means tomorrow. ടുമോറോ, നാളെ എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ ഭാവി എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത്. Or the following day. വരാൻ പോകുന്ന ദിനങ്ങൾ. Tell that near future. Right? If we want to care for the morrow, what should we do? നമുക്ക് നാളേക്കായിട്ട് കരുതി വെക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമ്മുടെ ഭാവിയെ പറ്റി ഓർത്ത് നാം കരുതും, അല്ലേ? അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? Very good. Come on, kids. Yes, we have to take care for the future. We have to take care for the environment. നമ്മൾ ഭാവിയേക്ക് വേണ്ടി കരുതി വെക്കണം, അല്ലേ? നമ്മളുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കണം. It is our duty to protect and take care of the nature. നമ്മളുടെ കർത്തവ്യമാണല്ലേ നമ്മളുടെ പ്രകൃതിയെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടത്. How can we take care of the tomorrow? നാളേക്ക് വേണ്ടി നമ്മൾ എങ്ങനെ കരുതാം? Very good. By protecting our environment. നമ്മളുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ നാളേക്ക് വേണ്ടി കരുതലാകേണ്ടത്. By protecting Mother Nature. Here is a video. Let's watch it. From fuels to our dining table, we depend on Mother Nature for everything. നമ്മൾ പ്രകൃതിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും ആശ്രയിക്കുന്നത്, അല്ലേ? By caring people and environment, we can care for the future. പരിസ്ഥിതിയെയും ആളുകളെയും സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ഭാവിയെ സംരക്ഷിക്കാം. We should treat them well with love and respect. നമ്മൾ പരിസ്ഥിതിയെയും മനുഷ്യരെയും എല്ലാ ജീവജാലങ്ങളെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പരിപാലിക്കണം. Preserve water, plant trees and protect land. വെള്ളം, ജലം സംഭരിക്കുക, അല്ലേ? അതുപോലെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. അങ്ങനെ നമ്മുടെ കരയെ രക്ഷിക്കുക. Have you enjoyed the video? എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായോ? Good. What was it about? ആ വീഡിയോ എന്തിനെ പറ്റിയായിരുന്നു? It was about our dependence on nature. നമ്മൾ പ്രകൃതിയോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആ വീഡിയോയിൽ പറഞ്ഞത്, അല്ലേ? Now, let's have a look at this image. ഈ ഒരു ചിത്രം നിങ്ങൾ കണ്ടോ? What can you see here? നിങ്ങൾക്ക് ഇതിൽ എന്താണ് കാണാൻ സാധിക്കുന്നത്? Yes, there are two pictures. രണ്ട് ചിത്രങ്ങളുണ്ടല്ലേ? Let's compare these two pictures. ഇത് രണ്ടും കൂടി നിങ്ങളൊന്ന് കമ്പയർ ചെയ്തേ. What can you see in the first picture? ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? Yes, very good. It is about a parched land. അതൊരു വരണ്ട ഭൂമി, അല്ലേ? ഡെസേർട്ട് പോലെ ആയി കിടക്കുന്ന, വെള്ളമൊന്നും ഇല്ലാതെ വരണ്ട ഒരു ഭൂമിയുടെ ചിത്രമാണ് ഒന്നാമത് കൊടുത്തിരിക്കുന്നത്. Land. What is the second picture about? രണ്ടാമത്തെ ചിത്രമോ? Yes, you're right. It's about the beauty of nature. അത് പ്രകൃതിയുടെ ഭംഗിയെ പറ്റിയാണ്, അല്ലേ? നല്ല സുന്ദരമായി നിൽക്കുന്ന ഒരു മരവും പച്ചപ്പും ഒക്കെയാണ് അതിൽ കാണിക്കുന്നത്. Why are these two pictures given together? ഇതെന്തുകൊണ്ടായിരിക്കും ഈ രണ്ട് ചിത്രങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് തന്നിരിക്കുന്നത്? Yes, for showing the contrasting ideas together. രണ്ട് ചിത്രങ്ങൾ തമ്മിലുള്ള വിപരീത ആശയം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്, അല്ലേ? The first one is about the destruction of land. ഒന്നാമത്തെ ചിത്രം
നമ്മൾ നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുന്നതിനെ പറ്റിയാണ്. And the second picture is about the beauty of nature. രണ്ടാമത്തെ ചിത്രമോ പ്രകൃതിയുടെ സൗന്ദര്യത്തെ പറ്റിയാണ്. What are the major environmental problems? നമ്മുടെ പരിസ്ഥിതിയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? Yes, pollution, global warming, deforestation. അപ്പോൾ എന്തൊക്കെയാണ് മേജർ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്, അതായത് പ്രധാന പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പൊല്യൂഷൻ, മലിനീകരണം അല്ലേ, പലതരത്തിലുള്ള മലിനീകരണം നമ്മൾ വളരെ കുട്ടിക്കാലം തൊട്ടേ പഠിക്കുന്നുണ്ട്. അപ്പം മലിനീകരണം ഒരു പ്രധാന പ്രശ്നമാണ്. പിന്നെയുള്ളതോ ഗ്ലോബൽ വാർമിംഗ്, അതായത് ആഗോള താപനം. ഡീഫോറസ്റ്റേഷൻ, കാടുകളൊക്കെ വെട്ടിത്തെളിക്കുന്നത്. മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ക്യാപ്സ്, പോളാർ ഐസ് ക്യാപ്സ് ധ്രുവ പ്രദേശങ്ങളിലുള്ള മഞ്ഞൊക്കെ ഉരുകിപ്പോകുന്നത്. ഓസോൺ ലെയർ ഡിപ്ലീഷൻ, ഓസോൺ പാളി വിള്ളൽ വീഴുന്നത് ഒരു വലിയ പ്രശ്നമാണല്ലേ. അതുപോലെ തന്നെ ആസിഡ് റെയിൻ കാരണം അത് മഴ പെയ്ത് ജലാശയങ്ങളെയൊക്കെ അത് നശിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട്. Dear children, these are the major environmental problems which we face today. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന, നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഇതെല്ലാമാണ്. Let's watch a video now. What was the video about? നമുക്കൊരു വീഡിയോ കാണാം. ഇത് എന്തിനെ പറ്റിയുള്ള വീഡിയോ ആണ്? Right, it was about destroying nature. നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണല്ലേ. What a pitiful condition. എന്ത് കഷ്ടമായ കാഴ്ചയാണിത്. Who is responsible for this? ഇതിനെല്ലാം ഉത്തരവാദി ആരാണ്? Yes, we human beings are responsible for destroying the nature. നാം മനുഷ്യരാണ് ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നതിൽ ഉത്തരവാദികൾ. So how can we save the future generation? We can save the future generation അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഭാവി തലമുറയെ എങ്ങനെ സംരക്ഷിക്കാൻ പറ്റും? by protecting our earth. നമ്മളുടെ ഭൂമിയെ സംരക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഭാവി തലമുറയെ രക്ഷിക്കുക. We need a better, cleaner and sustainable nature for the future generation. നമുക്കൊരു നല്ല വൃത്തിയുള്ള സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു നേച്ചർ വേണം നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട്. Have you observed any change in nature during the COVID lockdown period? കോവിഡ് സമയത്ത് നമ്മുടെ പ്രകൃതിക്കുണ്ടായ എന്തെങ്കിലും മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? Let's have a look at this. What was it about? It was about how the planet healed itself during the COVID-19. ഇതിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത്? ഈ COVID-19 സമയത്ത് നമ്മുടെ ഭൂമി സ്വയം എങ്ങനെയാണ് അതിൻ്റെ മുറിവുണക്കിയതെന്നാണ് അല്ലേ. അതായത് ആളുകളെല്ലാം വീടിനുള്ളിലേക്ക് പോയപ്പോഴേക്കും ഭൂമിയിലെ പൊല്യൂഷനും ഒക്കെ കുറഞ്ഞു. Lockdown found to reduce water and land pollution. ലോക്ക്ഡൗൺ സമയത്ത് ജലമലിനീകരണവും അതുപോലെ തന്നെ കരമലിനീകരണവും എല്ലാം കുറഞ്ഞു. My dear children, how can we take care for tomorrow? Yes, you got അപ്പോൾ കുട്ടികളെ നമുക്ക് നാളെ എങ്ങനെ സംരക്ഷിക്കാം? it by preserving and conserving our natural resources. നമ്മളുടെ പ്രകൃതിദത്തമായിട്ടുള്ള റിസോഴ്സുകളെ നമ്മൾ സംരക്ഷിക്കുകയും അതിനെ പ്രിസർവ് ചെയ്യുകയൊക്കെ ചെയ്താണ് നമുക്ക് നാളേക്ക് വേണ്ടി കരുതലെടുക്കാൻ പറ്റുന്നത്. കുട്ടികളെ, പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ഭാവി തലമുറയെ നിലനിർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. Are you all ready for that? Yes, together we can save our nature. നിങ്ങളെല്ലാവരും റെഡിയാണോ? നമുക്കെല്ലാവർക്കും ഒന്നിച്ച് നിന്നാണ് നമ്മളുടെ പ്രകൃതിയെ സംരക്ഷിക്കാനാവുകയുള്ളൂ. Here you can see a video. ഒരു വീഡിയോ കണ്ടോളൂ.
Wasn't it beautiful? Yes, it's നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ അല്ലേ? really beautiful. Do you like rain? നിങ്ങൾക്ക് മഴ ഇഷ്ടമാണോ? How do you feel when it rains? മഴ പെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? Very good. Write about your experience of rain and share നിങ്ങൾക്ക് മഴയെ പറ്റിയുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതുക. it with your friends. We are എന്നിട്ട് going to നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യുക. learn such a beautiful poem written by Khalil Gibran, Song of the Rain. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു വളരെ സുന്ദരമായിട്ടുള്ളൊരു കവിതയാണ്. ഖലീൽ ജിബ്രാൻ ആണ് അത് എഴുതിയിരിക്കുന്നത്. കവിതയുടെ പേര് സോങ് ഓഫ് ദ റെയിൻ. Have you heard of Khalil Gibran? ഖലീൽ ജിബ്രാനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? Here's a video for you. Khalil Gibran was born on January 6, 1883 in Lebanon. ലെബനനിൽ ജനിച്ച ഒരു വ്യക്തിയാണ് ഖലീൽ ജിബ്രാൻ. He was the Lebanese artist, poet and writer. അദ്ദേഹം ഒരു ലെബനീസ് കലാകാരനും കവിയും എഴുത്തുകാരനുമായിരുന്നു. His poetry is notable for its use of formal language. ഫോമൽ ലാംഗ്വേജിൻ്റെ യൂസിൽ അങ്ങനെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കവിത ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. His themes were the topics of life using spiritual terms. His major works are The Prophet and Broken Wings. Don't you like to know more about Khalil Gibran? ഖലീൽ ജിബ്രാനെ പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? Collect more information about the poet, and you can also read the profile given in your textbook. Shall I നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അദ്ദേഹത്തെ പറ്റി ഒരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കുകയും ചെയ്യാം, അല്ല നിങ്ങൾക്ക് അത് കൂടാതെ കളക്ട് ചെയ്യുകയും ചെയ്യാം. give you a small activity now? അപ്പം അധ്യാപിക നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരാൻ പോവുകയാണ്. Write a profile of Khalil Gibran based on the hints given here. ഓക്കെ, ഇവിടെ നൽകിയിരിക്കുന്ന ഹിൻസ് ഉപയോഗിച്ച് ഖലീൽ ജിബ്രാനെ പറ്റിയിട്ട് ഒരു പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. One of the themes of his poetry is nature. അപ്പം അദ്ദേഹത്തിൻ്റെ കവിതകളിലെ ഒരു വിഷയം എന്ന് പറയുന്നത് പ്രകൃതിയായിരുന്നു, നേച്ചർ. Song of the Rain is such a poem. അപ്പോൾ സോങ് ഓഫ് ദ റെയിൻ അങ്ങനെ ഒരു കവിതയാണല്ലേ, പ്രകൃതിയെ പറ്റിയുള്ളൊരു കവിതയാണ്. If you love nature, you will find beauty everywhere. നിങ്ങൾ പ്രകൃതി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലായിടവും സുന്ദരമായിട്ട് തോന്നും. You can feel the sunrise, sunset, clouds. What else? Yes, breeze, storm, rain. Wow, it's beautiful. അപ്പം നിങ്ങൾക്ക് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും മഴയും കാറ്റും എല്ലാം സുന്ദരമായി തന്നെ തോന്നും. You can touch it. You can feel it. നിങ്ങൾക്ക് അതിനെ തൊടാനും അനുഭവിക്കാനും സാധിക്കും. Can't you? Yes, very good. നിങ്ങൾക്ക് മഴയെ തൊടാനും അനുഭവിക്കാനും ഒക്കെ സാധിക്കില്ലേ? പറ്റുമല്ലേ? Have you ever talked to nature? നിങ്ങൾ എപ്പോഴെങ്കിലും പ്രകൃതിയോട് സംസാരിച്ചിട്ടുണ്ടോ? Here is a rhyme. Rain, rain, go away. Come again another day. ഈ പാട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? റെയിൻ റെയിൻ ഗോ അവേ കം അഗെയിൻ അനദർ ഡേ. Like this? I know. ഇങ്ങനെ നിങ്ങൾ പ്രകൃതിയോട് സംസാരിച്ചിട്ടുണ്ടോ? ഇതിൽ ഈ റൈമിൽ എന്താ? മഴയെ പോയിട്ട് പിന്നെ ഒരു ദിവസം വാ എന്ന് മഴയോട് സംസാരിക്കുകയാണല്ലേ. ഇതുപോലെ നിങ്ങൾ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? Many of you have talked to nature. നിങ്ങളിൽ മിക്ക ആളുകളും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. That's good. Has nature ever talked to you? പ്രകൃതി നിങ്ങളോട് തിരിച്ച് സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? No? ഇല്ല. Shall I tell you a secret? ഒരു രഹസ്യം പറയട്ടെ? If you listen to nature with keen ears, you will be able to hear nature's talk. നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം പ്രകൃതിയെ ശ്രദ്ധിച്ചാൽ പ്രകൃതി സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. Try it. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. Try to understand it. Song of the മനസ്സിലാക്കാൻ Rain നിങ്ങൾ ശ്രമിച്ചു നോക്കൂ.
is such a beautiful poem. Do you know any such poem in your mother tongue which describes the image of rain? മഴയെ പറ്റി വർണ്ണിക്കുന്ന ഏതെങ്കിലും ഒരു കവിത നമ്മുടെ മലയാള ഭാഷയിലുള്ള ഏതെങ്കിലും കവിത നിങ്ങൾക്ക് അറിയുമോ? Here is one such beautiful poem. You'll really enjoy it. അങ്ങനെ ഒരു കവിതയാണിത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. Let's watch this video. രാത്രി മഴ ചുമ്മാതെ കേളും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെ പോലെ. രാത്രി മഴ ചുമ്മാതെ കേളും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെ പോലെ. രാത്രി മഴ മന്ദമീരാശുപത്രിക്കുള്ളിലൊരു നീണ്ട കിളിവാതിൽ നിറവിലൂടെ തണുത്ത കൈവിരൽ നീട്ടി എന്നെ തൊടുന്നൊരു ശ്യാമളം ഇരവിന്റെ കിന്നയാം പുത്രേ. രാത്രി മഴ നോഞ്ഞനക്കങ്ങ് ഞെട്ടലുകൾ തീക്ഷ്ണസ്വരങ്ങളിൽ കൊടുന്നനെയൊരമ്മത് ആർത്തനാദം. ഞാൻ മടങ്ങിയഞ്ചരി പൊത്തിയ രോഗശയ്യയിലുരുണ്ടു തേങ്ങുമ്പൊഴി അന്ധകാരത്തിലൂടാശ്വാസവാക്കുമായെത്തുന്ന പ്രിയകരം പോലെ. What's the video about? ഈ വീഡിയോ എന്തിനെ പറ്റിയുള്ളതാണ്? Yes. What a beautiful portrayal of Ratri Mala. രാത്രി മഴയെ പറ്റി എത്ര ഭംഗിയായിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലേ? What is rain compared to? മഴയെ ഇവിടെ എന്തുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്? Yes, you're right. The rain is compared to a young woman. ഒരു യുവതിയുമായിട്ടാണ് മഴയെ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. Let's see what Khalil Gibran compares the rain to. ഖാലിൽ ജിബ്രാൻ മഴയെ എന്തുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. Please listen. I am dotted silver threads, dropped from heaven by the gods. Nature then takes me to adorn her fields and valleys. I am beautiful pearls, plucked from the crown of her star by the daughter of dawn, to embellish the gardens. When I cry, the hills laugh. When I humble myself, the flowers rejoice. When I vow, all things are elated. The field and the cloud are lovers, and between them I am a messenger of mercy. I quench the thirst of one, I cure the ailment of the other. The voice of thunder declares my arrival. The rainbow announces my departure. I am like earthly life, which begins at the feet of the mad elements and ends under the upraised wings of death. I emerge from the heart of the sea, soar with the breeze. When I see a field in need, I descend and embrace the flowers and the trees in a million little ways. I touch gently at the windows with my soft fingers, and my announcement is a welcome song. All can hear, but only the sensitive can understand. The heat in the air gives birth to me, but in turn I kill it. As woman overcomes man with the strength she takes from him,
I am the sigh of the sea, the laughter of the field, the tears of heaven. So with love, sighs from the deep sea of affection, laughter from the colorful field of the spirit, tears from the endless heaven of memories. What's the poem about? Is it about wind? ഈ കവിത എന്തിനെ പറ്റിയാണ്? അത് കാറ്റിനെ പറ്റിയാണോ? Breeze? Rain? കുളിർക്കാറ്റിനെ പറ്റിയോ അല്ല. മഴയെ പറ്റിയാണ്. Yes, you are right. The poem is about the beauty of rain. മഴയുടെ ഭംഗിയെ പറ്റിയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. Now, read the poem once again. Try to underline the unfamiliar words. And നിങ്ങൾ ഈ കവിത വീണ്ടും വായിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കേട്ടിട്ടില്ലാത്ത വാക്കുകൾ അണ്ടർലൈൻ ചെയ്യുക. get the contextual meaning or refer to the glossary. എന്നിട്ട് അതിൻ്റെ അർത്ഥം നിങ്ങൾ കണ്ടുപിടിക്കുക. Shall we get into the poem in detail? Okay. Who is speaking to us in the first line? ഒന്നാമത്തെ വരിയിൽ നമ്മളോട് സംസാരിക്കുന്നത് ആരാണ്? Yes, you are right. It is the rain. അത് മഴയാണല്ലേ. മഴ നമ്മളോട് സംസാരിക്കുന്നതായിട്ടാണ് കവിത എഴുതിയിരിക്കുന്നത്. The rain is speaking to us. What is the rain compared to? ഇവിടെ മഴയെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? Very good. The rain is compared to the dotted silver threads. മഴയെ എന്തുമായിട്ടാണ് ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത്? മഴയെ ഡോട്ടഡ് സിൽവർ ത്രെഡ്സ് എന്നാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. മഴ തന്നെ പറയുന്നു അല്ലേ. അതായത് വെള്ളി നൂലുകളാണ്, ഡോട്ടുകളുള്ള വെള്ളി നൂലുകളാണ് മഴയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. The shining drops fall one after the other. It dots തിളക്കമുള്ള തുള്ളികൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് വീഴുന്നു. the earth with water. ഭൂമിയിലേക്ക് It decorates the അത് വെള്ളം കൊണ്ടുവന്ന് നനയ്ക്കുന്നു. field. ഫീൽഡുകളൊക്കെ അത് ഡെക്കറേറ്റ് ചെയ്യുന്നു, പറമ്പുകളൊക്കെ അല്ലേ. The rain calls itself the dotted silver threads. മഴയെ തന്നെ ഡോട്ടഡ് സിൽവർ ത്രെഡ് എന്നാണ്, അതായത് വെള്ളി നൂലുകൾ എന്നാണ് വിളിക്കുന്നത്. Why? എന്തുകൊണ്ടാണ്? Do you want options? Yes. I'll give you some options. Option A, the shining drops fall one after the other. B, it dots the earth with water. C, it decorates the field. അപ്പം മഴ എന്തുകൊണ്ടായിരിക്കും മഴയെ ഡോട്ടഡ് സിൽവർ ത്രെഡ് എന്ന് വിളിക്കുന്നത്? കാരണം എന്താണ്? അതിൻ്റെ തിളങ്ങുന്ന മഴത്തുള്ളികൾ ഒന്നിനു പിറകെ ഒന്നായിട്ടല്ലേ ഒരു നൂലിൽ മുത്തു കോർത്തിട്ട പോലെ വീഴുന്നു. അതുകൊണ്ടാണ് അതിനെ ഡോട്ടഡ് സിൽവർ ത്രെഡ്സ് എന്ന് വിളിക്കുന്നത്. Which is the most appropriate one? Yes, you are right. The shining drops fall one after the other. It dropped from, and who dropped it? Yes, എവിടെ നിന്നാണ് ഈ തുള്ളികൾ വരുന്നത്? ആരാണ് ഈ തുള്ളികൾ അയച്ചത്? that is the right answer. It is dropped from heaven by the gods. തുള്ളികൾ വന്നത് സ്വർഗത്തിൽ നിന്നാണ്. ആരാണ് അയച്ചത്? ദൈവം അല്ലേ. What do you
you notice about the nature of rain in the first line? Do you want options? Here they are. A, it is divine. B, it is earthly. ഒന്നാമത്തെ ലൈനിൽ നിന്ന് നിങ്ങൾ മഴയുടെ നേച്ചർ എങ്ങനെയുള്ളതാണെന്നാണ് നോട്ടീസ് ചെയ്തിരിക്കുന്നത്? അത് ദൈവികമാണോ അതോ ഇറ്റ് ഈസ് earthly ആണോ? Yes, you're right. It is divine. അതെ ഡിവൈൻ Yes. ആണ് അല്ലേ? Children, why is it divine in nature? എന്തുകൊണ്ടായിരിക്കും മഴ ഡിവൈൻ ആയത്, ദൈവികമായത്? Yes, you're right. It is divine in nature because it comes down from heaven. അത് സ്വർഗത്തിൽ നിന്ന് താഴേക്ക് വരുന്നത് കൊണ്ടാണ് അത് ദൈവികമായത്. What does the nature do with the rain? Yes, the nature takes മഴയെ കൊണ്ട് പ്രകൃതി എന്താണ് ചെയ്യുന്നത്? the rain to adorn the fields and valleys. അപ്പം മഴയെ കൊണ്ട് പ്രകൃതി വയലേലകളെയും താഴ്വാരങ്ങളെയും എല്ലാം അഡോൺ ചെയ്യുന്നു, അലങ്കരിക്കുന്നു അല്ലേ? Look at the picture. Here you can see the picture of a car. അപ്പം അഡോൺ എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം എന്താണ്? അലങ്കരിക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. ഈ ചിത്രത്തിൽ നോക്കൂ, ദ കാർ ഈസ് അഡോൺ വിത്ത് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. ഈ കാറ് സുന്ദരമായ പൂക്കൾ വെച്ച് അലങ്കരിച്ചിരിക്കുന്നു. The car is adorned with beautiful flowers. Here is another picture. What can you see in the picture? You're ചിത്രത്തിൽ right. നിങ്ങൾ എന്താണ് കാണുന്നത്? The room is adorned with beautiful pictures. നല്ല സുന്ദരമായ ചിത്രങ്ങളും അതുപോലെ പെയിൻറ്റിങ്സും വെച്ചിട്ട് ആ റൂം അലങ്കരിച്ചിരിക്കുന്നു. അഡോൺ എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക എന്നുള്ള അർത്ഥമാണ്. And paintings. Now, can you guess the meaning of the word adorn? Exactly. Adorn means to decorate. അഡോൺ എന്ന് പറഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അലങ്കരിക്കുക എന്ന അർത്ഥമാണ്. What are the ideas you could get from this stanza? The rain is introducing itself. ഈ വരികളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ ഐഡിയകൾ എന്തൊക്കെയാണ്? റെയിൻ, ഇവിടെ മഴ വന്ന് മഴയെ സ്വന്തമായി പരിചയപ്പെടുത്തുന്നു അല്ലേ? It is compared to the dotted silver threads. മുത്തുകൾ തൂക്കിയിട്ട വെള്ളി നൂലുകളുമായിട്ടാണ് മഴയെ താരതമ്യം ചെയ്യുന്നത്. Coming from the heaven. എവിടെ നിന്ന് വരുന്നതാണെന്നാണ് പറയുന്നത്? സ്വർഗത്തിൽ നിന്നാണ് മഴ വരുന്നതെന്നാണ് പറയുന്നത്. And sent by God. ആരാണ് മഴയെ അയച്ചത്? ദൈവം അല്ലേ? Nature takes the raindrops to adorn the fields and valleys. മഴയെ പ്രകൃതി എന്തിനാണ് ഉപയോഗിക്കുന്നത്? വയലേലകളും അതുപോലെ താഴ്വാരങ്ങളും ഒക്കെ അലങ്കരിക്കാനായി. Nature decorates the fields and valleys with the beautiful raindrops. സുന്ദരമായ മഴത്തുള്ളികൾ കൊണ്ട് പ്രകൃതി തൻ്റെ വയലും അതുപോലെ താഴ്വാരങ്ങളും എല്ലാം അലങ്കരിക്കുന്നു. ഈ വരികളിലൂടെ മഴ നമ്മെ സ്വയം പരിചയപ്പെടുത്തുകയാണ്. സ്വർഗത്തിൽ നിന്നും ദൈവങ്ങൾ അയക്കുന്ന വെള്ളിച്ചരടുകളോടാണ് മഴയെ ഉപമിച്ചിരിക്കുന്നത്. അത് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുമ്പോൾ പ്രകൃതി വയലുകളെയും താഴ്വരകളെയും മഴത്തുള്ളികൾ ഉപയോഗിച്ച് മനോഹരമാക്കുന്നു. I hope you have understood this stanza well. Right?
അപ്പോൾ കുട്ടികളെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക. ഈ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്